നമസ്കാരം. കർണാടകത്തിൽ ഹിജാബ് നിരോധനം ഉടൻ പിൻവലിക്കുമെന്ന് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ. ഇത് സംബന്ധിച്ച് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയതായും അദ്ദേഹം അറിയിച്ചു. ആളുകൾക്ക് അവർ ഇഷ്ടപ്പെടുന്നതെന്തും ധരിക്കാമെന്നും അദ്ദേഹം പറഞ്ഞു. മൈസൂരിൽ ഒരു സമ്മേളനത്തിൽ സംസാരിക്കവെയായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം. ആ തീരുമാനം തങ്ങൾ പിൻവലിക്കുകയാണ്. ഇപ്പോൾ സംസ്ഥാനത്ത് ഹിജാബ് നിരോധനമില്ല. സ്ത്രീകൾക്ക് ഹിജാബ് ധരിച്ച് പുറത്തിറങ്ങാം. ഉത്തരവ് തിരിച്ചെടുക്കാൻ താൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഏത് വസ്ത്രം ധരിക്കണമെന്നത് ഒരാളുടെ വ്യക്തിപരമായ തിരഞ്ഞെടുപ്പാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വസ്ത്രം ധരിക്കുന്നതും ഭക്ഷണം കഴിക്കുന്നതുമെല്ലാം ഓരോരുത്തരുടെയും ഇഷ്ടമാണ്. അതിനെ താൻ എന്തിന് എതിർക്കണം? നിങ്ങൾക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കൂ, ഇഷ്ടമുള്ളത് കഴിക്കൂ. താൻ മുണ്ടാണ് ധരിക്കുന്നത്, നിങ്ങൾ ജീൻസ് ധരിക്കുന്നു, അതിനെന്താണ് പ്രശ്നം? അതൊക്കെ താൻ എന്തിനാണ് ശ്രദ്ധിക്കുന്നത്? വോട്ട് കിട്ടാൻ വേണ്ടിയല്ല രാഷ്ട്രീയം ചെയ്യേണ്ടത്, അത് തങ്ങൾ ചെയ്യില്ലെന്നും സിദ്ധരാമയ്യ പറഞ്ഞു. 2022 ഫെബ്രുവരിയിലായിരുന്നു മുൻ BJP സർക്കാർ കർണാടകയിലെ കോളേജുകളിൽ ഹിജാബ് വിലക്കിയത്. ഉടുപ്പിയിലെ കോളേജിൽ ഹിജാബ് ധരിച്ച വിദ്യാർത്ഥികളെ ക്ലാസ്സിൽ കയറാൻ അനുവദിക്കാത്തതുമായി ബന്ധപ്പെട്ട വിവാദത്തെ തുടർന്നായിരുന്നു നടപടി. ഹിജാബ് ധരിച്ചെത്തിയ 6 വിദ്യാർത്ഥിനികൾക്ക് ക്ലാസ് മുറികളിൽ പ്രവേശനം നിഷേധിക്കുകയായിരുന്നു. അതേസമയം ഉത്തരവിനെതിരെ സംസ്ഥാന വ്യാപകമായി വലിയ പ്രതിഷേധമായിരുന്നു അരങ്ങേറിയത്. തുടർന്ന് വിദ്യാർത്ഥികൾ നിരോധനത്തിനെതിരെ കോടതിയെ സമീപിച്ചെങ്കിലും കർണാടക ഹൈക്കോടതി നിരോധനം ശരിവെച്ചു. ഹിജാബ് ധരിക്കൽ ഇസ്ലാം മതത്തിൽ അനിവാര്യമല്ലെന്നും ഹിജാബ് ധരിക്കുന്നത് ഭരണഘടനയുടെ 25-ാം അനുച്ഛേദ പ്രകാരം മതസ്വാതന്ത്ര്യത്തിന്റെ പരിധിയിൽ വരുന്നതല്ലെന്നുമായിരുന്നു കോടതി പറഞ്ഞത്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ യൂണിഫോം ഏർപ്പെടുത്താൻ സർക്കാരിന് അധികാരമുണ്ട്. അത് വിദ്യാർത്ഥികളുടെ മൗലിക അവകാശത്തിന്റെ ലംഘനമായി കണക്കാക്കാൻ കഴിയില്ലെന്നും കോടതി വ്യക്തമാക്കിയിരുന്നു. ഇതോടെ വിധിക്കെതിരെ വിദ്യാർത്ഥികൾ സുപ്രീം കോടതിയെ സമീപിക്കുകയായിരുന്നു. എന്നാൽ സുപ്രീം കോടതിയിൽ നിന്നും ഭിന്ന വിധിയാണ് ഉണ്ടായത്. ഹൈക്കോടതി വിധിക്കെതിരായ അപ്പീലുകൾ ജസ്റ്റിസ് ഹേമന്ത് ഗുപ്ത തള്ളിയപ്പോൾ ജസ്റ്റിസ് സുധാൻഷു ധൂലിയ അനുമതി നൽകുകയായിരുന്നു. ഹിജാബ് ധരിക്കൽ മതാചാരമാണ്, എന്നാൽ അനിവാര്യമായ മതാചാരമല്ല എന്നായിരുന്നു സർക്കാരിന്റെ നിലപാട്. ഹിജാബ് വിഷയം ഉടുപ്പിയിലെ കോളേജുകളിൽ മാത്രമല്ല, സംസ്ഥാനത്തുടനീളം വലിയ പ്രതിഷേധത്തിന് തന്നെ കാരണമായി. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഹിജാബ് നിരോധിക്കണം എന്നാവശ്യപ്പെട്ട് ABVP പ്രവർത്തകരായ വിദ്യാർത്ഥികൾ കാവി ഷാൾ ധരിച്ച് രംഗത്തെത്തിയത് വിഷയം കൂടുതൽ സങ്കീർണമാക്കുകയും ചെയ്തു. ഇതോടെയാണ് സംസ്ഥാന സർക്കാർ ഇടപെട്ട് വിദ്യാർത്ഥികൾ അതത് സ്ഥാപനങ്ങളുടെ യൂണിഫോം നയങ്ങൾ പാലിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഉത്തരവ് പുറപ്പെടുവിക്കുന്നത്. എന്നാൽ ഇതോടെ നിരവധി കോളേജുകളിലും സ്കൂളുകളിലും ഹിജാബ് ധരിച്ച മുസ്ലിം പെൺകുട്ടികൾക്ക് പ്രവേശനം നിഷേധിക്കുന്നതാണ് കാണാൻ സാധിച്ചത്. കഴിഞ്ഞ വർഷം ഫെബ്രുവരി 11 കർണാടക ഹൈക്കോടതി യൂണിഫോം നിർദ്ദേശിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കാവി സ്കാർഫും ഹിജാബും ധരിക്കുന്നതിന് ഇടക്കാല നിരോധനം ഏർപ്പെടുത്തി. ആഴ്ചകൾക്ക് ശേഷം ഹിജാബ് ധരിക്കുന്നത് ഇസ്ലാമിക വിശ്വാസത്തിൽ അനിവാര്യമായ ഒരു മതപരമായ ആചാരമല്ലെന്ന് കോടതി വിധിക്കുകയും സർക്കാർ ഏർപ്പെടുത്തിയ നിരോധനം ശരിവെക്കുകയും ചെയ്യുകയായിരുന്നു. സംസാര സ്വാതന്ത്ര്യത്തിനും സ്വകാര്യതയ്ക്കുമുള്ള ഒരാളുടെ ന്യായമായ നിയന്ത്രണമായ യൂണിഫോം നിർദ്ദേശിക്കുന്നതിനെ വിദ്യാർത്ഥികൾക്ക് എതിർക്കാനാവില്ലെന്നും ഹൈക്കോടതി അന്ന് കൂട്ടിച്ചേർത്തിരുന്നു. കർണാടക സർക്കാരിന്റെ ഹിജാബ് നിരോധനത്തിന്റെ സാധുതയെക്കുറിച്ച് തീരുമാനിക്കാൻ കഴിയാത്തതിനാൽ ഒക്ടോബറിലാണ് അത് സുപ്രീം കോടതിയിലേക്ക് വിട്ടത്.